ഈ ടീമിനെ വേൾഡ് കപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി ഇയാൾ ആദ്യം ഒരു വട്ടം വരച്ചു, എന്നിട്ട് അതിന്റെ നടുവിലേക്ക് അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് എതിരാളികൾക്കെതിരെ വേഗത്തിലും ഫലപ്രദമായും എങ്ങനെ ഗോൾ നേടാമെന്ന് പഠിപ്പിക്കുന്ന അടുത്ത സെഷനിലേക്ക് അദ്ദേഹം കടന്നു. കളിക്കാരെ നയിക്കുന്നതിനിടയിൽ തന്റെ തൊട്ടടുത്തുള്ള ഗ്ലാസ് വലിയ ശബ്ദത്തോടെ കുലുങ്ങുന്നത് കോച്ച് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഇങ്ങനെയുള്ള വീഡിയോ ലഭിക്കാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്കും ചെയ്യൂ. തറ തന്നെ കുലുങ്ങുന്നതായി തോന്നിയതിനാൽ ആദ്യം അദ്ദേഹം ആശയക്കുഴപ്പത്തിലായെങ്കിലും ഒരു കളിക്കാരന്റെ കരുത്തുറ്റ കിക്കുകളിൽ നിന്നാണ് ആ ശക്തമായ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി. അവന്റെ കാൽ പന്തിൽ തട്ടുമ്പോഴെല്ലാം ഒരു ചെറിയ സ്ഫോടനം പോലെ പുറത്തുവന്ന ശബ്ദം സമീപത്തുണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചു. മാത്രവുമല്ല, വെറും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര വേഗതയിലാണ് പന്ത് പാഞ്ഞത്. ഈ വിശ്വസിക്കാൻ കഴിയാത്ത ശക്തി കണ്ട് മുഴു ടീമും അത്ഭുതപ്പെടുകയും ഈ ഒരു കളിക്കാരൻ മാത്രം കളത്തിലുണ്ടെങ്കിൽ വിജയം ഉറപ്പാണെന്ന് ചിലർ അമിത ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്തു. എന്നാൽ സോക്കർ എന്നത് ഒരൊറ്റ മികച്ച കളിക്കാരനെ മാത്രം ആശ്രയിക്കുന്ന ഒന്നല്ലെന്നും ജയിക്കണമെങ്കിൽ ടീം മുഴുവൻ ഒന്നിച്ചു നിന്ന് പരസ്പരം പിന്തുണയ്ക്കണമെന്നും കോച്ച് അവരെ ഓർമ്മിപ്പിച്ചു. വ്യക്തിഗത കഴിവിനേക്കാൾ ടീം വർക്കും ഐക്യവുമാണ് ഏറ്റവും പ്രധാനം. അടുത്ത ദിവസം പരിശീലനത്തിന്റെ ഫലം പരിശോധിക്കാൻ അവർ ഒരു സൗഹൃദ മത്സരം കളിച്ചു. മത്സരത്തിനു മുമ്പ് ഇരു ടീമുകളും മര്യാദയോടെ പരസ്പരം കൈകൊടുത്തെങ്കിലും ചുവന്ന ഷോർട്സ് ധരിച്ച ഒരാളുടെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ഒരു വലിയ റെഞ്ച് താഴെ വീണതോടെ അന്തരീക്ഷം പെട്ടെന്ന് വിചിത്രമായി. താൻ ഒരു ഓട്ടോ റിപ്പയർ ഷോപ്പിൽ ജോലി കഴിഞ്ഞു വരികയാണെന്ന് അയാൾ ശാന്തനായി വിശദീകരിച്ചു. എന്നാൽ അധികം വൈകാതെ അയാളുടെ ഷോർട്സിൽ നിന്ന് ഒരു ചുറ്റികയും താഴെ വീണു. ഇത്തവണ താനൊരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണെന്നാണ് അയാൾ സുഖമായി തടസ്സവാദം പറഞ്ഞത്. അയാളുടെ ന്യായീകരണങ്ങൾ മാറിക്കൊണ്ടിരുന്നതിനാൽ മറ്റു കളിക്കാർ ഉടൻ തന്നെ ആശയക്കുഴപ്പത്തിലാവുകയും ഈ ദുരൂഹനായ വ്യക്തിയുടെ യഥാർത്ഥ ജോലി എന്താണെന്ന് എല്ലാവരും ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു.